അപ്പോൾ എല്ലാവരുടെയും വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവല്ലേ. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ റൂം തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച്. അലമാരിയിൽ കുറേ തുണിയെല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ടിരിക്കുക. എന്നെല്ലാം നല്ലോണം മടക്കിയൊക്കെ വെച്ചു. പിന്നെ ഈ ടേബിളിൻ്റെ പുറം എല്ലാം അലങ്കോലമായി കിടക്കുമായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയിട്ട് വന്നതുകൊണ്ട് അതും എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ മാറാലേ കുറച്ചുണ്ടായിരുന്നു, അതെല്ലാം അടിച്ച്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, എപ്പോഴും അടിക്കുന്നതുകൊണ്ട് അത്ര ഇല്ല. പിന്നെ നിലമൊക്കെ കുറച്ച് നല്ലോണം തുടച്ച്. പിന്നെ നമ്മൾ വിഷുവിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും ഉച്ചയാകുമ്പോഴത്തേനും ആൾ തിരക്കൊന്നും കാണൂലല്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് വന്ന് ഞാൻ റെഡി ആവുകയാണ്. അപ്പോൾ ഉച്ചക്കലത്തെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് ചോറൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് റെഡി ആവുക കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ഉച്ച സമയം എന്ന് വെച്ചാൽ നല്ല ചൂടാണ്. എന്നാലും ഒരു ദിവസത്തേക്കല്ലേ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാണ് ഉച്ചയ്ക്ക് ഇറങ്ങുന്നത്. ഉച്ചക്കൊരു 1:30 ആയി കാണും നമ്മൾ റെഡിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ എൻ്റെ നാട്ടിനേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടുത്തെ വിഷു എന്ന് പറയുന്നത്. നമുക്കവിടെ വിഷു എന്ന് പറയുന്നത് കണി വയ്ക്കും, പിന്നെ കൈനീട്ടം കൊടുക്കും, അങ്ങനെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കും. പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ ഇതേ നമ്മൾ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മയാണ് പോകുന്നത്. അപ്പോൾ അമ്മ പണ്ട് മുതലേ ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പിൽ നിന്ന് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം എടുക്കുന്നത്. നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ നമുക്കല്ലാതെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, അതും വാങ്ങി. പിന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചുമ്മാ നോക്കിയേ ഉള്ളൂ, ഇതൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഒന്ന് കയറി നോക്കിയതാണ്. പക്ഷേ അത്ര വലിയ ഓഫറൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മൾ തിരിച്ചൊരു 4:30 ആയപ്പോഴത്തേന് വീട്ടിൽ വന്നു. ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ ഒന്ന് നിരത്തിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വിഷുവിന് മുമ്പേ ഉള്ള ഒരുക്കങ്ങൾ.